പഴഞ്ഞൂർ പഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം തടസ്സപ്പെട്ട വിഷയം. ബിജെപി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ടി.എച്ച്. അരുൺ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 15 വർഷം മുൻപേ തറക്കല്ലിട്ട് പണി ആരംഭിച്ച ചക്കത്തുകുന്ന് സാംസ്കാരിക നിലയം ഇന്ന് ഇപ്പോൾ ഉദ്ഘാടനം നടത്താനായിട്ട് പോകുന്ന വിവരം അറിഞ്ഞു. അത് നാട്ടുകാര്, ആ ചക്കത്തുകുന്ന് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള അവിടുത്തെ നാട്ടുകാരെ തടഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം നമ്മൾ പലതവണ ഈ ഉദ്ഘാടനം നടക്കുന്ന ബിൽഡിംഗ് നമ്മൾ പോയി കണ്ട സമയത്ത് ഈ ഉദ്ഘാടനം ചെയ്യുന്ന ആ ബിൽഡിംഗിൽ വെറുതെ ഒരു പേര് മാത്രം പ്രിയദർശിനി ഇന്ദിര സാംസ്കാരിക നിലയം എന്തൊരു പേര് മാത്രം പെയിന്റ് അടിച്ചുകൊണ്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സാംസ്കാരിക നിലയം തുറന്നു കൊടുക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ വേണ്ടേ. ഒരു ഇരിക്കാൻ ഒരു കസേര പോലും ആ ബിൽഡിങ്ങിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടിവെള്ളം, അവരൊരു കുഴൽക്കിണർ അടിച്ചു, ആ കുഴൽക്കിണർ അടിച്ച അതിൽ വെള്ളമില്ല, കുടിവെള്ളമില്ല. അല്ലെങ്കിൽ അതിന് ബാത്റൂമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അത് ആര് പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സാംസ്കാരിക നിലയം പേരിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പേരിന് വേണ്ടിയിട്ട് ഉദ്ഘാടന മാമാങ്കം നടത്തുകയാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട ആളുകൾ, ആയിട്ട് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരും. കാരണം അത് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അർഹതപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ അതില് വേണ്ടത്ര സൗകര്യമില്ലാതെ ഇത്രയും കാലം 15 വർഷമായി ഒരു ബിൽഡിംഗ് പണിയാൻ തുടങ്ങിയിട്ട് 15 വർഷം നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. 15 വർഷമായിട്ട് ഈ പണി നടന്ന് ഇപ്പൊ ഉദ്ഘാടനം കഴിക്കുന്നതില് ഈ അടിസ്ഥാന സൗകര്യമാണ് ഒന്നുമില്ല. ബാത്റൂമില്ല, അതിലേക്ക് കിച്ചൺ സൗകര്യം വേണം, അതില്ല. ബാത്റൂമിന്റെയൊക്കെ കോലം ഇത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വളരെ സങ്കടകരമാണ്. അപ്പോ ഇത് ഞങ്ങൾക്ക് ഇന്നതുപോലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങള് അതില് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് അവിടുത്തെ ഗുണഭോക്താക്കളായിട്ടുള്ള അവിടുത്തെ ആ ചക്കത്തുകുന്ന് ഉന്നതിയിലെ ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഉദ്ഘാടനം തടയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും. തീർച്ചയായും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒപ്പം, ആ നാട്ടുകാരോടൊപ്പം, ചക്കത്തുകുന്ന് നിവാസികളോടൊപ്പം ഞങ്ങളൊന്നും ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ സാംസ്കാരിക നിലയം അവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും, അതുപോലെ തന്നെ അവരുടെ എല്ലാ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക നിലയമാണ്. അതിന്റെ പ്രയോജനം കിട്ടാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ഘാടനം ചെയ്ത് അവരത് പേരും പറഞ്ഞു പോയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വന്ന് കാണുന്നവർക്കറിയാം. ഒരു കസേര പോലും ഇരിക്കാനില്ല. കാട് പിടിച്ച് കിടക്കുന്ന അതിന്റെ പുറകുവശമൊന്നും ഇപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അത് ചുറ്റുമതിൽ കെട്ടി വൃത്തിയാക്കിയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വീട്, നമ്മളൊക്കെ താമസിക്കുന്ന ഒരു വീട് ഗൃഹപ്രവേശം നടത്തുന്നപ്പോഴാ അതിന്റെ പൂർണ്ണമായിട്ടുള്ള പണികളെല്ലാം കഴിഞ്ഞ് അത് വാസയോഗ്യമായതിനു ശേഷമാണല്ലോ നമ്മള്. അതല്ലാതെ അതിന് മുന്നേ ഇവിടെ ചുമര് 4 കെട്ടി മുകളിൽ കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മള് അതിൽ കയറി ഈ ഗൃഹപ്രവേശം നടത്തില്ലല്ലോ. എന്നതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാംസ്കാരിക നിലയമാണ്. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഉദ്ഘാടനം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവിടുത്തെ അമ്മമാരും അവിടുത്തെ ജനങ്ങളും പോയിട്ടുള്ളത്. അവരോടൊപ്പം എന്നും ബിജെപി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.